സുഹൃത്തുക്കളെ ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി കണ്ട കാര്യം അത് കുറേ കാലമായി നമ്മുടെ വാർത്തകളിലുണ്ട്. അതിലൊരു അന്വേഷണം നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് വൈകി റിപ്പോർട്ട് നൽകുകയും ADGPയുടെ റിപ്പോർട്ട് അത് അങ്കിത് അശോകിനെയൊക്കെ മാത്രം കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയൊക്കെ സൂചന നൽകുന്നതാണ് ആ റിപ്പോർട്ട് എന്നായിരുന്നു പുറത്തു വന്ന മാധ്യമ വാർത്തകൾ. അപ്പോൾ മാധ്യമ വാർത്തകൾ പലതും തെറ്റാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. പുതിയ വാർത്തകൾ പ്രകാരം സംസ്ഥാന ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി കെ രാജനൊക്കെയാണ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കൗതുകകരമായ മറ്റൊരു ഭാഗം. അത് എന്തുകൊണ്ട് കൗതുകം എന്നുള്ളത് നിങ്ങൾ മുൻ വീഡിയോകളിലൊക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. എന്തായാലും ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാൻ കഴിയുന്ന ഒന്നുള്ളത്, ഈ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം, ഇപ്പോൾ DGP വീണ്ടും അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുമ്പോൾ എന്തിന് ADGP MR അജിത് കുമാറും RSS മേധാവി ദത്താത്രേയ ഹൊസബലയും തമ്മിൽ കണ്ടു എന്നുള്ളതാണ് അന്വേഷണത്തിൻ്റെ വിഷയം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ വിഷയമുള്ളത്. ഒരു കാര്യം തീർത്തു പറയാം, ഇതൊരു പ്രഹസനമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ് ഇതൊരു പ്രഹസനമാണ് എന്ന് പറയേണ്ടി വരിക? അതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ADGPയെ പോലെ ഒരാൾ RSS മേധാവിയെ കാണുന്നു. ഇടയിൽ ADGPയുടെ സുഹൃത്ത് ജയകുമാറുണ്ട്. ജയകുമാറിൻ്റെ ഒപ്പം പോയാണ് RSSൻ്റെ മേധാവിയല്ല, ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കാണുന്നത് എന്ന് പറയുന്നു. അങ്ങനെ കാണുമ്പോൾ അതിൽ ഇവരുടെ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജയകുമാറിനെ വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് അവർ കണ്ടത് എന്ന് ചോദിച്ചാൽ ജയകുമാർ എന്തു പറയും? ജയകുമാർ ഒന്നുകിൽ താൻ അവിടെ വരെ ചെന്നപ്പോഴേ ഉണ്ടാവുള്ളൂ, അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കണ്ടത് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ അവർ വളരെ വ്യക്തിപരമായ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എനിക്കറിയില്ല എന്ന് ജയകുമാറിന് പറഞ്ഞൊഴിയാം. ജയകുമാറിൻ്റെ മൊഴി അവിടെ അവസാനിക്കുകയാണ്. അതിൽ പിന്നെ എന്താണ് അന്വേഷണം ഉണ്ടാകുക? പിന്നീട് ഇവിടെ മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരാൾ ADGP MR അജിത് കുമാർ തന്നെയാണ്. ADGP MR അജിത് കുമാറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് RSSൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ട് സംസാരിച്ചത്? അപ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണ്. അതാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ എന്ത് വ്യക്തിപരമായ കാര്യമെന്ന് പിന്നീടൊരു ചോദ്യത്തിനവിടെ പ്രസക്തിയുണ്ടോ? ഇപ്പോൾ ദത്താത്രേയ ഹൊസബലയെ പോയി കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ADGP MR അജിത് കുമാറിനെ കണ്ടു, അതിലെന്താണ് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത് എന്ന് ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിലുള്ളവർ തമ്മിലാണെങ്കിൽ പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയും. ഇപ്പോൾ RSS മേധാവിയെ അല്ലെങ്കിൽ RSS ജനറൽ സെക്രട്ടറിയെ സംസ്ഥാന പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റലിജൻസിൻ്റെ ചുമതലയുണ്ടായിരുന്ന, ഇപ്പോൾ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാർ കാണുമ്പോൾ അതിലെന്താണ് നിയമവിരുദ്ധമായുള്ളത്? നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനും സാധിക്കുള്ളൂ. ഇപ്പോൾ MR അജിത് കുമാറും ജയകുമാറും ദത്താത്രേയ ഹൊസബലയെ കണ്ടത് വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്. അത് വ്യക്തിപരമാണ്, അത്രയും പേഴ്സണലാണ്, അത് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അന്വേഷണ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാരണം നിയമവിരുദ്ധമായ എന്തെങ്കിലും നടന്നു എന്ന്, ഇപ്പോൾ പൂരം കലക്കിയത് നിയമവിരുദ്ധം എന്നൊക്കെ അതിൽ ADGPയുടെ നിലപാട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ, ഇപ്പോൾ അങ്കിത് അശോകോ അല്ലെങ്കിൽ അതിൻ്റെ അങ്കിത് അശോകും നേരിട്ട് ADGP ആയിട്ടല്ലല്ലോ ഇതിലെ ബന്ധം. അതിനിടയ്ക്ക് റേഞ്ച് DIGമാർ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ടല്ലോ. ഈ റേഞ്ച് DIGമാർ ഒക്കെ വേണം, അതായത് നേരിട്ട് SP ആയിട്ടല്ല കോണ്ടാക്ട്. ഇപ്പോൾ ADGP പറയുന്നു, അതിൻ്റെ താഴേക്ക് പോകുന്നു, എന്താ പറയുക, DIG, അതിനുശേഷം SP, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവരാരെങ്കിലും മൊഴി കൊടുക്കണം. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പൂരം കരക്കാൻ പറഞ്ഞു ഇന്ന ആൾ MR അജിത് കുമാർ പറഞ്ഞു എന്ന് അവരാരെങ്കിലും മൊഴി കൊടുക്കണം. അവരാരെങ്കിലും അങ്ങനെ മൊഴി കൊടുക്കാനുള്ള സാധ്യത ഏതെങ്കിലും ഘട്ടത്തിലുണ്ട് എന്ന് കരുതാൻ വയ്യ. കാരണം മാത്രമല്ല, അങ്ങനൊരു പോലീസ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ADGP SP അടുത്ത് നേരിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു എന്നെങ്കിലും അങ്കിത് അശോകെങ്കിലും മൊഴി കൊടുക്കണ്ടേ? അങ്ങനെ മൊഴി കൊടുക്കാത്ത പക്ഷം ഇതിൽ പിന്നെ എന്ത് നടക്കാനാണ്? എന്തൊരു പ്രഹസനമാണ് ഈ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രഹസനമാണ് എന്ന് പറയുമ്പോൾ
ഇപ്പോൾ ADGPയെക്കുറിച്ചുള്ള പരാതിയിൽ ADGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിലൊരു പ്രശ്നമുണ്ട്. പക്ഷേ മുൻപ് തീരുമാനിച്ച അന്വേഷണമാണ് താനും. അവിടെ ADGP അതിന് ആ ഒരു ADGP തന്നെ അല്ല അന്വേഷിച്ചത്, വേറൊരു ഏജൻസി കൂടി അന്വേഷിച്ചു, അല്ലെങ്കിൽ വേറൊരാൾ കൂടി അന്വേഷിച്ചു എന്ന് വരുത്താൻ വേണ്ടിയുള്ളൊരു പ്രഹസന നാടകം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ അന്വേഷണം ADGP RSS ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ചയിൽ ഒരു അന്വേഷണത്തിന് തന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? ഏറ്റവും മിനിമം ഇതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു കലാപം ഉണ്ടാകുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അല്ല ഉണ്ടായിട്ടില്ല. അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കൽ എന്ന് പറയുമ്പോൾ അത് പോലീസ് അവിടെ അക്രമം നടത്തുകയല്ല, പോലീസിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രശ്നങ്ങൾ പറയുന്നത്. അതൊരു എന്താ പറയുക, അതൊരു കലാപശ്രമമായോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈമിലേക്ക് പോയി എന്ന് ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത ക്രൈമുകൾ ഇന്ന് അതിനെ തുടർന്നില്ല. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത നിലയ്ക്ക് ഇപ്പോൾ RSS നേതാക്കൾ അവിടെ എത്തി. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ ആംബുലൻസിൽ ഇറങ്ങിയ ദൃശ്യങ്ങൾ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും വാർത്തകൾ കൊടുക്കുന്നത്. ഇതൊക്കെ അന്ന് മുതൽ സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അന്ന് മുതൽ സംഘപരിവാർ ഹാൻഡിലുകൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പ്രചരിപ്പിച്ചതാണ്. കാരണം സുരേഷ് ഗോപിയാണ് അവിടെ ആകെ ഒരു ഇടപെടൽ നടത്തിയാൾ എന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം കാര്യമായി ഇടപെട്ടതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും അന്ന് തന്നെ പുറത്താണ്. ഇപ്പോൾ എന്തോ വലിയ സംഭവം പോലെ ആളുകൾ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും സംശയം യഥാർത്ഥത്തിൽ രാജൻ എവിടെയായിരുന്നു എന്നുള്ളതാണ്. ആ പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രണവും ഇടപെടലുകളും നടത്തിക്കൊണ്ടിരുന്ന മന്ത്രി രാജനെക്കുറിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്നുള്ളതാണ്. എന്തായാലും VS സുനിൽകുമാർ തൃശ്ശൂരെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് ഡയലോഗ് അടിച്ചതോടുകൂടി ഒതുങ്ങിയ മട്ടാണ് ഫലത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം അത് ഒരു ബോധ്യപ്പെടുത്തലാണ്, ഒരു നാടകമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് ഈ അന്വേഷണത്തിൽ കൃത്യമായി പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് നേരത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ADGP എന്ന ആൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും അങ്ങനെ ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥനെ ദ്രോഹിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ്. കാരണം ഇവരുമായി എല്ലാവരും ഇപ്പോൾ സോളാർ കാലത്ത് UDFനെ കാര്യമായി സഹായിച്ച ആളാണ് MR അജിത് കുമാർ എന്നാണ് പറയുന്നത് ആരോപണങ്ങൾ. അങ്ങനെ UDFുമായും ചേർന്ന് നിൽക്കുന്ന ആളാണ് അജിത് കുമാർ. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ എന്ത് സംഭവിക്കാനാണ്, വേറെ എന്താണ് ഇതിനപ്പുറത്തേക്കൊരു നീക്കുപോക്ക് ഉണ്ടാകുക എന്ന കൗതുകകരമായ ചോദ്യമാണ് ഇതിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാം, ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊരു പ്രഹസനമാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു നാടകം മാത്രമാണ് നടക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? അത് കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ മറ്റു വിഷയവുമായി വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്ക് നന്ദി.